നിത്യസാന്ത്വനം എന്ന പുതിയ ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവരിലും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരിലും ലോകം തള്ളിക്കളഞ്ഞവരിലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ സന്യസ്തർ മുരിങ്ങൂരിനടുത്ത് മേലൂർ മരിയ ശാന്തി ഭവൻ എന്ന ആതുരാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞങ്ങളുടെ ചിന്തയിൽ വന്നിരുന്ന, ഞങ്ങളെ വേദനിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് വീടുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരായ സ്ത്രീകൾ. അപ്പോൾ അവർക്കൊരു സംരക്ഷണാലയം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞങ്ങൾ കിട്ടിയ ദൈവിക പ്രചോദനം അനുസരിച്ച് ഞങ്ങളൊരു കാര്യം ചെയ്തു. കേരളത്തിൽ വൈദികർ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വൈദികർ ഏതെങ്കിലും കോൺഗ്രിഗേഷനിൽ ചെന്ന് അവിടുത്തെ പ്രൊവിൻഷ്യാളിനോട് ആവശ്യപ്പെട്ട് അങ്ങനെ പ്രൊവിൻഷ്യാൾ 1-2 സിസ്റ്റേഴ്സിനെ 1-2 വർഷത്തേക്ക് വേണ്ടി സേവനത്തിനായിട്ട് പറഞ്ഞയക്കുന്നു. ഇങ്ങനെയാണ് വൈദികർ നടത്തുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഞങ്ങൾ CMC കോൺഗ്രിഗേഷനുമായി ഒരു കൂട്ടായ ശുശ്രൂഷ നടത്തുവാനായിട്ട് തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്: വൃദ്ധരായ സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് താമസിക്കാനുള്ള ഒരു കെട്ടിട സംവിധാനം CMC കോൺഗ്രിഗേഷൻ ഉണ്ടാക്കുന്നു. അവിടെ കിടക്കുവാനുള്ള രോഗികളെയും അന്തേവാസികളെയും അതുപോലെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, അവരുടെ അനുദിന ആവശ്യങ്ങളുടെ ചെലവ്, ഇതെല്ലാം ഡിവൈൻ ധ്യാന കേന്ദ്രം വഹിക്കുന്നു. അങ്ങനെ CMC കോൺഗ്രിഗേഷനും ഡിവൈൻ ധ്യാന കേന്ദ്രവും തുല്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ശുശ്രൂഷാലയമാണ് ഈ മരിയൻ സദനം. അവിടെ ഇപ്പോൾ 50ഓളം അന്തേവാസികൾ താമസിക്കുന്നുണ്ട്. ഈ മരിയൻ സദനം എന്നത് 2 കോൺഗ്രിഗേഷൻ, അതായത് ഡിവൈൻ ധ്യാന കേന്ദ്രവും CMC കോൺഗ്രിഗേഷനും തുല്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു ശുശ്രൂഷാലയമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങളുടെയും അവരുടെയും ദൈവം ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം എന്ന ബോധ്യത്തോടു കൂടി നടത്തപ്പെടുന്നു. അങ്ങനെയാണ് മരിയ സദനം ആരംഭിക്കുവാനായിട്ട് ഇടയായത്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പരസ്നേഹ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് മരിയ ശാന്തി ഭവൻ. വൃദ്ധരായ അമ്മച്ചിമാരെ അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ആജീവനാന്തകാലം നല്ലൊരു മരണത്തിനൊക്കെയായി ഒരുക്കി ദൈവത്തിൻ്റെ സ്നേഹവും സാന്ത്വനവും കരുണയെല്ലാം ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ സ്വീകരിച്ച് സ്വർഗത്തിൽ
കർത്താവിൻ്റെ മഹത്വം കാണുന്ന ആ ഇടത്തേക്ക് സന്തോഷത്തോടെ പോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിച്ചൊരുക്കുന്നൊരു സ്ഥലമാണ് മരിയ ശാന്തി ഭവൻ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മറ്റ് ഏത് പരസ്നേഹ ശുശ്രൂഷക കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംരംഭമാണ് മരിയ ശാന്തി ഭവൻ ആരംഭിക്കാനായിട്ട് പ്രേരണയായത്. അവിടെ ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ശിലാഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രവും CMC മേരിമാതാ പ്രോവിൻസ് അങ്കമാലിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, വർഷങ്ങളോളം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സിസ്റ്റർ ബറോമിയോ സിസ്റ്റർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ലേഡീസിൻ്റെയൊക്കെ ചാർജ്, അവിടെ 19ഓളം വ്യത്യസ്തമായ കോൺഗ്രിഗേഷനുള്ള സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഇൻചാർജായിട്ട്, അതുപോലെ വചന ശുശ്രൂഷ മേഖലകളിലും കൗൺസിലിംഗ് മേഖലകളിലെല്ലാം നീണ്ട വർഷം ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ ബറോമിയോ. ഈ ബറോമിയോ സിസ്റ്റർ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ CMC മേരിമാതാ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട നാളുകളിൽ സിസ്റ്ററിൻ്റെതായ വലിയൊരു ആഗ്രഹമായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രവും CMC മേരിമാതാ പ്രോവിൻസും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഭാഗമായിട്ട് ഒരു ശുശ്രൂഷ കേന്ദ്രം തുടങ്ങണമെന്ന്. ആ ശുശ്രൂഷ കേന്ദ്രം തുടങ്ങണമെന്നുള്ള സിസ്റ്ററിൻ്റെ ഉള്ളിലെ ആഗ്രഹത്തെ സിസ്റ്റർ പനക്കലച്ചനെ ഞങ്ങളുമായി പങ്കുവെച്ചപ്പോൾ അവിടെ CMC സിസ്റ്റേഴ്സ് ആരംഭിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം നിന്നുപോയ ശാന്തി ഭവൻ എന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അത് തുടരാനും, അതുപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെതായ ഒരു കൂട്ടായ്മ ഈ ആരംഭിക്കാൻ പോകുന്ന ശുശ്രൂഷ കേന്ദ്രത്തിന് ഉണ്ടാകണം എന്ന് സിസ്റ്റർ കൂടുതലായിട്ട് ആഗ്രഹിച്ചു. ഇതിനെല്ലാം വെളിച്ചത്തിലാണ് അവിടെ CMC മേരിമാതാ പ്രോവിൻസിൽ ഉണ്ടായിരുന്ന ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ പേര് ശാന്തി ഭവൻ എന്നുള്ള ആ ശാന്തിയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആരംഭ നാളുകളിൽ പ്രായമായ അമ്മച്ചിമാരെ നോക്കുന്ന കേന്ദ്രം അത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്ത് തന്നെയായിരുന്നു. അതിനെ മരിയ ഭവൻ എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും കൂടി ആരംഭിച്ചതായ ഈ ശുശ്രൂഷ കേന്ദ്രത്തിന് മരിയ ശാന്തി ഭവൻ എന്ന് പേരിട്ടത്. ഈ കാലഘട്ടം വരെയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഓൾഡ് ഏജ് ഹോം. അമ്മച്ചിമാരെപ്പോഴും എപ്പോൾ വന്നാലും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ആ മുഖങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സിസ്റ്റേഴ്സ് ആയാലും വളരെ നല്ല രീതിയിൽ അവരെ പരിചരിക്കുകയും അവരെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഓരോ തവണ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2018 പ്രളയം വന്ന സമയത്തും അതുപോലെ തന്നെ അതിന് ശേഷം വന്ന കൊറോണ വന്ന ആ സമയത്തൊക്കെ തന്നെയും അമ്മച്ചിമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ വളരെ നല്ല രീതിയിലാണ് സിസ്റ്റേഴ്സ് അവരെ പരിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ കാലത്ത് ഒട്ടേറെ വീടുകളിൽ ചെല്ലുമ്പോൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ആ അറിവ് വെച്ച് നോക്കുമ്പോൾ ഇവർ ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടായെങ്കിൽ തന്നെയും ഇവരുടെ ഈ ജീവിതം ഇവിടെ വന്നതിന് ശേഷം അവർ വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അതിനൊക്കെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള ഇപ്പോൾ ഈ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് അവരെ പരിചരിക്കുന്നതിനും മറ്റുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതൊക്കെ അവർ വന്ന് വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊരു സിസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നത് അമ്മച്ചിമാരെ എന്ന് പറയുമ്പോൾ ആ അമ്മച്ചിമാർ തിരിച്ചും അമ്മ ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രാർത്ഥനയിലും
അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ആരോഗ്യസ്ഥിതിയിലും അവരുടെ ടെസ്റ്റിൻ്റെ കാര്യത്തിലായാലും അവിടെ വൃത്തിയാക്കി മുന്നോട്ട് പോകുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഞങ്ങൾ വരുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ ഹെൽത്തിൽ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഈ ഓൾഡ് ഏജ് ഹോമിനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അമ്മച്ചിമാരായാലും ഒരു പരാതിയില്ലാത്ത വിധത്തിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യമുണ്ട്, എനിക്കത് ചെയ്ത് കിട്ടണില്ല, അങ്ങനെ ഏത് സ്ഥലത്ത് നിന്നാലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കാണുമ്പോൾ പറയുന്ന ചില പരാതികളുണ്ട്. അങ്ങനെയുള്ള ഒരു പരാതി ഈ അമ്മച്ചിമാരുടെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തിൽ വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് അവരെ നോക്കുന്നതും ഇവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല, ഇപ്പോൾ മാറി മാറി വരുന്ന സിസ്റ്റേഴ്സ് നമുക്കറിയാം. ഞാൻ ആദ്യം ഉള്ള സമയത്ത് പല സിസ്റ്റേഴ്സുകളും മാറി 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 വരുന്നുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊക്കെ ഈ അമ്മച്ചിമാരുടെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നറിയിക്കുകയാണ്. ഏതൊരു ഭവനത്തിൻ്റെയും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം ഒരു ചരിത്ര വഴിയിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മേലൂർ കാലടി അത്ഭുതപുരം പള്ളിയുടെ എതിർവശത്തായി ഉട്ടുപ്പുങ്കൽ ഈനാശുവിൻ്റെ അവിവാഹിതരായ 2 മക്കളാണ് ത്രേസ്യായും അന്നായും. ത്രേസ്യായുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉദിച്ചു. തങ്ങൾക്ക് സ്വന്തമായി ലഭിച്ച ഭൂമിയും തങ്ങളുടെ വീടും വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ കർമ്മലീത്ത സഭാംഗങ്ങൾക്ക് നൽകുവാനും ഞങ്ങളുടെ 2 പേരുടെയും സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുക്കുവാനും അവർ ആഗ്രഹം കാണിച്ചു. ഈ ആഗ്രഹവുമായി ഇവർ അന്നത്തെ മേലൂർ ഇടവക വികാരി ഫാദർ ജോർജ് പനച്ചിക്കൽ അച്ഛനെ സമീപിച്ചു. തങ്ങളുടെ ആഗ്രഹം വികാരി അച്ഛനെ അറിയിച്ചു. വികാരി അച്ഛൻ ഈ ആഗ്രഹത്തെ സ്വന്തമായി കാണുകയും അമ്മച്ചിമാരുടെ അടുത്ത ബന്ധുക്കളെയും ചില നാട്ടുപ്രമാണികളെയും ഒരുമിച്ച് വികാരി അച്ഛനും കൂടി CMC മേരിമാത അങ്കമാലി പ്രോവിൻസിലെ പ്രൊവിൻഷ്യലിനെ കാണുവാനായിട്ട് പോയി. പ്രൊവിൻഷ്യലിൻ്റെ അടുത്ത് ഇവർ ഈ ആഗ്രഹം ഉന്നയിച്ചു. തുടർന്ന് വന്ന സിനാക്സിസിൽ ഈ ആഗ്രഹം പ്രൊവിൻഷ്യൽ സിനാക്സിസ് അംഗങ്ങളെ അറിയിച്ചു. ആദ്യം അത്ര അനുകൂലമായിരുന്നില്ല എങ്കിലും ഏറെ നേരത്തെ പ്രാർത്ഥനയുടെയും പരിചിന്തനത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ അമ്മച്ചിമാരുടെ സംരക്ഷണം എന്ത് ത്യാഗം സഹിച്ചും ഏറ്റെടുക്കാമെന്ന് പ്രൊവിൻഷ്യൽ കൗൺസിൽ തീരുമാനിച്ചു. അങ്ങനെ 1997 നവംബർ 19 ഇവരുടെ പേരിലുണ്ടായിരുന്ന 96 സെൻറ്റ് സ്ഥലവും CMC മേരിമാത പ്രോവിൻസിന് കൈമാറി. 1998 മാർച്ച് 19 ഈ ഭവനത്തിൻ്റെ ആശീർവാദ കർമ്മം നടത്തുവാനായി ശാന്തിപുരം ഇടവകയിലെ വികാരി അച്ഛനും മറ്റ് ഏതാനും വൈദികരും കൂടി ദിവ്യബലി അർപ്പിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഈ മഠത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. അങ്ങനെ അമ്മച്ചിമാർ സന്തോഷമായും സംതൃപ്തമായും ആധ്യാത്മികമായ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ഇവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുവാൻ CMC സിസ്റ്റേഴ്സും വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനും അതീവ താല്പര്യത്തോടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുമയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. അന്ന് 3 സിസ്റ്റേഴ്സും അമ്മച്ചിമാരും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ ദിവസമുള്ള പരിപാടി എന്ന് വെച്ചാൽ രാവിലെ വെളുപ്പിന് 5:30 മണിയടിക്കും. അപ്പോൾ എല്ലാവരും എണീറ്റ് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങണം.
ഒരുങ്ങി പള്ളിയിലെത്തുമ്പോൾ പ്രഭാത പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് 6:30 കുർബാന കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിനുള്ള മണിയടിക്കും. 8 മണിക്ക് ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 10 മണിക്ക് മണിയടിച്ച് 10:30 മുതൽ 12:30 വരെ ആരാധനയായിരിക്കും. അത് കഴിഞ്ഞ് 12:30 ഭക്ഷണം. പിന്നെ അതിനുശേഷം വിശ്രമവും അലക്ക് കുളി ഇങ്ങനെ ഉള്ള പരിപാടികളായിരിക്കും. പിന്നെ വീണ്ടും 5:45 മണിയടിച്ച് 6 മണിക്ക് കൊന്ത തുടങ്ങി സന്ധ്യാപ്രാർത്ഥനകളെല്ലാം ചൊല്ലി പിന്നെ 7:30 വീണ്ടും സന്ധ്യയ്ക്കുള്ള ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നിരുന്ന് ഉല്ലാസം എന്ന് പറഞ്ഞിട്ട് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കാനും സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ 9 മണി വരെ ഞങ്ങൾ അങ്ങനെയായിരിക്കും. 9 മണി കഴിഞ്ഞ് ആർക്കും വലുതായിട്ട് സംസാരം പാടില്ല, ഫോൺ വിളിക്കാൻ പാടില്ല, ഉറക്കത്തിനുള്ള സമയമാണ്. പിന്നെ ആർക്കെങ്കിലും സുഖമില്ല എന്ന് കണ്ടാൽ അതിനുള്ള ഇവിടെ വേണമെന്നുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ഉള്ള സിസ്റ്റേഴ്സിന് പറ്റുന്നതെല്ലാം ഇവിടെ ചെയ്യും. പറ്റാത്തതിന് ഉടനെ വലിയ കേസാണെങ്കിൽ ഡിവൈനിൽ വിളിച്ച് പറഞ്ഞാൽ ആംബുലൻസ് വരും. അങ്ങനെ സെൻറ്റ് ജെയിംസിലൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇവിടെ നിന്ന് LF-ലും കൊണ്ടുപോകും. പിന്നെ പെട്ടെന്നുള്ള ആവശ്യം മേലൂർ തന്നെ ഒരു മഠത്തിലെ ഒരു സിസ്റ്റർ തന്നെ ഹോസ്പിറ്റലിൽ ഇട്ടേക്കുന്ന അവിടെ കൊണ്ടുപോകും. പിന്നെ മറ്റ് കിടപ്പ് രോഗികൾ ഇപ്പോൾ കുറവെങ്കിലും നേരത്തേക്ക് കൂടുതലുണ്ടായിരുന്നു. ആ പണികൾ ജോലിക്കാർ ചെയ്യുന്നതിനേക്കാൾ അധികമായി അമ്മമാർ ഒരു മടുപ്പും കൂടാതെ എല്ലാ കാര്യങ്ങളും ഒരു ദേഷ്യമോ കോപമോ ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തോടെ അവരെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മനാഥനേശുവിനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലൻ ചേനുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലൻ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. മരിയ ശാന്തി ഭവന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഡിവൈൻ ധ്യാന കേന്ദ്രവും CMC മേരിമാത പ്രൊവിൻസ് അങ്കമാലിയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമാണെന്നും അവിടെ ഓരോ പ്രാവശ്യവും ഈ അമ്മച്ചിമാരെ ശുശ്രൂഷിക്കാനായിട്ട് അധികാരികൾ തരുന്നതായ CMC സിസ്റ്റേഴ്സ് അവർ പ്രായമായ അമ്മച്ചിമാരെ വളരെ സ്നേഹത്തോടെ കരുതലോടെ നോക്കാനായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ യേശു അനുഭവത്തെ പൂർണ്ണമായും പങ്കുവച്ചു കൊടുക്കാനായിട്ട് സ്നേഹസന്നദ്ധതയും ത്യാഗമനോഭാവവും സമർപ്പണ നിറവുമുള്ള സിസ്റ്റേഴ്സിനെയാണ് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷപ്രദമായൊരു കാര്യമാണ്. അതിന്
CMC പ്രോവിൻസിൻ്റെ അധികാരികളോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയായല്ല. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ സിസ്റ്റർ ബൊറോമിയോ, ആ സിസ്റ്റർ തൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്ഥാനം കഴിഞ്ഞു കഴിയുമ്പോൾ ആ സിസ്റ്റർ നേരെ ഈ മരിയ ശാന്തി ഭവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ടാണ് വന്നത്. കാരണം ആ സിസ്റ്ററിന് അത്രമാത്രം മരിയ ശാന്തി ഭവനിലെ അമ്മമാരോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ചിലപ്പോഴെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മച്ചിമാർക്ക് അവരെ പല രീതിയിൽ, അത് പാടാനായാലും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനാണെങ്കിലും ഈ സിസ്റ്റർ ഈ അമ്മച്ചിമാരെ അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒപ്പം അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, അവർക്ക് പല വിധത്തിലുള്ള പ്രോത്സാഹനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, പല രീതിയിലുള്ള സമ്മാനങ്ങൾ നൽകിയൊക്കെ ബൊറോമിയോ സിസ്റ്റർ ആ അമ്മച്ചിമാരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതൊക്കെ പലപ്പോഴും കാണാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് അവിടെ വന്നിരുന്ന മറ്റ് സിസ്റ്റേഴ്സ് എല്ലാം ഈ ഒരു ബൊറോമിയോ സിസ്റ്ററിൻ്റെ ആ ഒരു ഈ സ്ഥാപനത്തോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യത്തെ കണ്ട് അതേ രീതിയിൽ തന്നെ തുടരുന്ന കഴിവുകളുള്ള സിസ്റ്റേഴ്സിനെയാണ് തുടർന്ന് അവിടെ പ്രവർത്തിച്ച എല്ലാ സിസ്റ്റേഴ്സ് തന്നെ, അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ ഈ ഒരു ചൈതന്യവും ഈ ഒരു മനോഭാവവും ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് അവിടെ ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിൻ്റെ ആ സേവന സന്നദ്ധതയും ത്യാഗ മനോഭാവവും സ്നേഹസമർപ്പണവും ഒക്കെ അവിടെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഭവനം എത്രയോ ദൈവികമായ നിറവുള്ളൊരു ഭവനമാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചൈതന്യമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്.